മാസങ്ങൾ പിന്നിട്ടിട്ടും എറണാകുളം വല്ലാർപാടം കണ്ടെയ്നർ റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാതെ ദേശീയപാത അതോറിറ്റി. പുന്നാരിമംഗലം ടോൾ പ്ലാസ മുതൽ ഗോശ്രീ ജംഗ്ഷൻ വരെയുള്ള പ്രധാന പാതയുടെ നിർമ്മാണമാണ് ഇടിയുന്നത്. ടോൾ പിരിച്ചിട്ടും കണ്ടെയ്നർ അടക്കമുള്ള വാഹനങ്ങൾ ആശ്രയിക്കുന്നത് ഇടുങ്ങിയ സർവീസ് റോഡിനെയാണ്. നാല് മാസം മുമ്പാണ് എറണാകുളം ജില്ലയിലെ പ്രധാന ദേശീയപാതകളിലൊന്നായ വല്ലാർപാടം കണ്ടെയ്നർ റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. 17 കിലോമീറ്റർ ദൂരമുള്ള പാതയുടെ പൊന്നാരിമംഗലം ടോൾ പ്ലാസ മുതൽ ഗോശ്രീ ജംഗ്ഷൻ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഇപ്പോഴും ഇഴയുകയാണ്. അവർ പറഞ്ഞത് 1 മാസം കൊണ്ട് ഈ വർക്ക് തീരും, 1.5 മാസം കൊണ്ട് തീരും. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലെ വിടാം. താൽക്കാലികമായിട്ട് ഇത് ഞാൻ അന്ന് വിടുന്നതിന് എതിർത്തതാണ്. പിന്നെയെന്ന് വെച്ചാൽ അവിടെ വൺ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വിടലെന്ന് വെച്ചാൽ കൂടുതൽ കണ്ടെയ്നർ ലോറി ആയതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അതിന് വലിയ വാശി കാണിച്ചില്ല ആ കാര്യത്തിൽ. പക്ഷേ സർവീസ് റോഡിൽ കൂടി വിട്ടപ്പോൾ അത് ഇപ്പോൾ ആ വർക്ക് നിലച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന പാതയാണിത്. മാസം ലക്ഷക്കണക്കിന് രൂപ ടോളായി പിരിക്കുന്ന ഇടം. എന്നാൽ മികച്ച ഗതാഗത സൗകര്യം ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് സാധ്യമായിട്ടില്ല. സർവീസ് റോഡിലൂടെ കണ്ടെയ്നർ അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ സഞ്ചാരം പ്രദേശവാസികൾക്കും ദുരിതം സൃഷ്ടിക്കുകയാണ്. അവർ ഒരു 2 മാസത്തിനുള്ളിൽ തീരും ആ ഭാഗം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവർ വർക്ക് തിരഞ്ഞിട്ടിട്ട് ഇവരാ വർക്ക് പൂർത്തീകരിക്കുന്നില്ല. അത് മാത്രമല്ല, സർവീസ് റോഡ് ഇപ്പോൾ കണ്ടെയ്നർ ലോറി പോലുള്ളത് പോയി അത് വളരെയധികം ഇരുന്ന് ഇപ്പോൾ വളരെയധികം അപകടാവസ്ഥയാണ് ഇപ്പോൾ ആ സർവീസ് റോഡിലുള്ളത്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ എത്തിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. പുനർനിർമ്മാണം ആരംഭിച്ചെങ്കിലും വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ജോലികൾ നടക്കുന്നുള്ളൂ എന്ന ആക്ഷേപവും ശക്തമാണ്. വഴിവിളക്കുകളുടെ അപര്യാപ്തത, നടപ്പാതയിലെ അനധികൃത കണ്ടെയ്നർ ലോറി പാർക്കിംഗ് എന്നീ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.